സൗദിയിലെ ഒരു സാധാരണ മലയാളി മെക്കാനിക് ഒരിക്കൽ വഴിയിൽ കുടുങ്ങിയ ഒരു വൃദ്ധനായ അറബ് ഷെയ്ഖിനെ സഹായിച്ചു. വർഷങ്ങൾക്ക് ശേഷം ആ ഷെയ്ഖ് പറഞ്ഞ ഒരു സത്യം അവൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. എന്തായിരുന്നു ആ രഹസ്യം? സൗദി അറേബ്യയിലെ റിയാദ് നഗരം. പുലർച്ചെ ഫജർ ബാങ്കിൻ്റെ ശബ്ദം. നഗരമാകെ മുഴങ്ങിക്കൊണ്ടിരുന്നു. ആ ശബ്ദത്തിനൊപ്പം നഗരത്തിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള ഒരു ചെറിയ കാർ ഗാരേജിൻ്റെ ഇരുമ്പ് ഷട്ടർ മെല്ലെ ഉയർന്നു. ഷട്ടർ തുറന്നത് 32 വയസ്സുള്ള ഒരു മലയാളി യുവാവായിരുന്നു നിസാർ. മലപ്പുറം ജില്ലയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച നിസാർ 10 വർഷമായി സൗദിയിൽ മെക്കാനിക്കായി ജോലി ചെയ്യുകയാണ്. ഓയിൽ പുരണ്ട നീല യൂണിഫോമും കറുത്തുപോയ കൈകളും എന്നും ചിരി മായാത്ത മുഖവുമായിരുന്നു അവൻ്റെ അടയാളം. ഗാരേജിൻ്റെ ഉടമയായിരുന്ന വൃദ്ധനായ സൗദി പൗരൻ അബ്ദുള്ള അകത്ത് കയറി. അദ്ദേഹം നിസാറിനോട് പറഞ്ഞു, "നീ എനിക്ക് ജോലിക്കാരനല്ല, എൻ്റെ മകനാണ്." അത് കേട്ട് നിസാർ പതിവ് പോലെ ചിരിച്ചു. "ഹാജി, എൻ്റെ ഉപ്പയും ഇതുതന്നെയാണ് പറയാറുള്ളത്." അബ്ദുള്ള അവൻ്റെ തോളിൽ തട്ടി. "അതുകൊണ്ടാണ് നിന്നെ ഞാൻ വിശ്വസിക്കുന്നത്." ഗാരേജിലേക്ക് വാഹനങ്ങൾ ഒന്നൊന്നായി എത്തിത്തുടങ്ങി. ആരോ എൻജിൻ പ്രശ്നവുമായി, ആരോ AC തകരാറുമായി, ആരോ ബ്രേക്ക് ശരിയാക്കാൻ. പക്ഷേ ഒരു കാര്യം മാത്രം മാറിയില്ല. എല്ലാ ജോലിയും ആദ്യം ചെയ്യുന്നത് നിസാർ. അവൻ ഒരിക്കലും ഉപഭോക്താവിനെ ചതിച്ചിരുന്നില്ല. മാറ്റേണ്ട ആവശ്യമില്ലാത്ത പാർട്സ് മാറ്റണമെന്ന് പറഞ്ഞ് പണം വാങ്ങാറില്ല. അതുകൊണ്ട് തന്നെ ആ ചെറിയ ഗാരേജിന് നല്ല പേരുണ്ടായിരുന്നു. ഉച്ചയായപ്പോൾ നിസാറിൻ്റെ ഫോൺ ശബ്ദിച്ചു. സ്ക്രീനിൽ തെളിഞ്ഞത് ഉമ്മ. നിസാർ ഉടനെ കോൾ എടുത്തു. അപ്പുറത്തു നിന്ന് സ്നേഹം നിറഞ്ഞ ശബ്ദം. "ഭക്ഷണം കഴിച്ചോ മോനെ?" "കഴിച്ചു ഉമ്മ." ഉമ്മ കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നെ പതിയെ ചോദിച്ചു, "മോനെ, നിന്റെ അനിയത്തിയുടെ നഴ്സിംഗ് കോളേജിൻ്റെ ഫീസ് അടുത്ത ആഴ്ചയാണ്." നിസാർ കണ്ണുകൾ തുടച്ചു. ആ ഫീസിനുള്ള പണം തൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. എന്നിട്ടും അവൻ പറഞ്ഞു, "ഉമ്മ വിഷമിക്കേണ്ട, അല്ലാഹു വഴി തുറക്കും." അവസാനിച്ചപ്പോൾ അവൻ പോക്കറ്റിൽ കൈയിട്ട് നോക്കി. ആ മാസം ശമ്പളം കിട്ടാൻ ഇനിയും 5 ദിവസം ബാക്കിയുണ്ട്. കയ്യിലുണ്ടായിരുന്നത് വെറും 150 സൗദി റിയാൽ. അവൻ ആകാശത്തേക്ക് നോക്കി മനസ്സിൽ പറഞ്ഞു, "യാ അല്ലാ, ആരുടെയും മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥ വരരുതേ." അന്നേരം ഗാരേജിന് മുന്നിൽ ഒരു പഴയ പിക്കപ്പ് വന്നു നിന്നു. അതിൽ നിന്ന് ഇറങ്ങിയ ഒരു വൃദ്ധൻ പതുക്കെ നടന്ന് നിസാറിൻ്റെ അടുത്തേക്ക് വന്നു. അയാളുടെ മുഖത്ത് വലിയ വിഷമം കാണാമായിരുന്നു. "മോനെ, എൻ്റെ വണ്ടി ഒന്ന് നോക്കാമോ? എനിക്ക് മരുന്ന് വാങ്ങാൻ പോകണം." നിസാർ ഉടനെ ജോലിക്കിറങ്ങി. വണ്ടി പരിശോധിച്ചപ്പോൾ ചെറിയൊരു വയർ ലൂസായതാണെന്ന് മനസ്സിലായി. 2 മിനിറ്റിനുള്ളിൽ അത് ശരിയാക്കി. വൃദ്ധൻ പോക്കറ്റിൽ നിന്ന് പണം എടുക്കാൻ ശ്രമിച്ചു. പക്ഷേ നിസാർ കൈപിടിച്ചു തടഞ്ഞു. "വേണ്ട, ഇത് വലിയ ജോലിയല്ല." വൃദ്ധൻ്റെ കണ്ണുകൾ നിറഞ്ഞു. "അല്ലാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ മോനെ." അത് പറഞ്ഞ് അദ്ദേഹം പോയി. ദൂരെ നിന്നുകൊണ്ട് അബ്ദുള്ള ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അദ്ദേഹം മനസ്സിൽ പറഞ്ഞു, "നിസാർ, നിൻ്റെ ഈ മനസ്സാണ് ഒരു ദിവസം നിന്നെ വലിയ ഉയരത്തിലെത്തിക്കുക." പക്ഷേ ആ ദിവസം വൈകുന്നേരം നിസാറിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു സംഭവം അവനെ കാത്തിരിക്കുന്നുണ്ടെന്ന് അവനോ ഗാരേജിലെ മറ്റാരും അറിഞ്ഞിരുന്നില്ല. ഗാരേജിലെ ജോലി കഴിഞ്ഞ് ഷട്ടർ അടയ്ക്കാൻ ഒരുങ്ങുകയായിരുന്നു നിസാർ. അപ്പോഴാണ് അബ്ദുള്ള ഹാജി പുറത്തേക്ക് വന്ന് പറഞ്ഞത്, "നിസാർ, ഇന്നത്തെ ജോലി കഴിഞ്ഞു. നീ വീട്ടിലേക്ക് പോകൂ. ബാക്കി ഞാൻ നോക്കാം." "ശരി ഹാജി." ഗാരേജിൽ നിന്ന് പുറത്തിറങ്ങിയ നിസാർ തൻ്റെ പഴയ പിക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. രാത്രി പതിയെ മരുഭൂമിയിലേക്ക് ഇറങ്ങിത്തുടങ്ങിയിരുന്നു. റിയാദ് നഗരത്തിൻ്റെ തിരക്കുകൾക്ക് പിന്നിലായി. മുന്നിൽ വിശാലമായ ഹൈവേയും ഇരുവശത്തും മണൽക്കുന്നുകളും മാത്രം. റേഡിയോയിൽ ഖുർആൻ പാരായണം കേട്ടുകൊണ്ട് അവൻ പതുക്കെ വാഹനമോടിച്ചു. അപ്പോഴാണ് റോഡിൻ്റെ വശത്ത് ഹസാർഡ് ലൈറ്റ് മിന്നുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു കറുത്ത ആഡംബര SUV. വാഹനത്തിൻ്റെ ബോണറ്റ് തുറന്നു കിടക്കുന്നു. അരികിൽ വെളുത്ത തോപ്പ് ധരിച്ച പ്രായമായ ഒരു അറബ് ഷെയ്ഖ് നിൽക്കുന്നു. കൂടെ 60 വയസ്സോളം പ്രായമുള്ള ഭാര്യയും. അവർ രണ്ടുപേരും വിഷമത്തോടെ ചുറ്റും നോക്കുകയായിരുന്നു. നിസാർ ഒരു നിമിഷം പോലും ആലോചിച്ചില്ല. വണ്ടി സൈഡിലാക്കി ഇറങ്ങി. "അസ്സലാമു അലൈക്കും." വൃദ്ധനായ ഷെയ്ഖ് തിരിഞ്ഞു നോക്കി. "വലൈക്കും സലാം. എന്താണ് പ്രശ്നം?" അദ്ദേഹം അറബിയിൽ പറഞ്ഞു. "എൻജിൻ പെട്ടെന്ന് ഓഫായി. ആരെയൊക്കെയോ വിളിച്ചിട്ടും സഹായം കിട്ടുന്നില്ല." നിസാർ പുഞ്ചിരിച്ചു. "ഞാൻ മെക്കാനിക്കാണ്, ഒന്ന് നോക്കട്ടെ." ഷെയ്ഖിൻ്റെ മുഖത്ത് പ്രതീക്ഷ തെളിഞ്ഞു. നിസാർ ബോണറ്റിനുള്ളിലേക്ക് നോക്കി. ഫോൺ ലൈറ്റ് തെളിച്ച് ഓരോ വയറും ഓരോ പൈപ്പും ശ്രദ്ധയോടെ പരിശോധിച്ചു. 10 മിനിറ്റ് കഴിഞ്ഞു, 15 മിനിറ്റ് കഴിഞ്ഞു. അവസാനം പ്രശ്നം മനസ്സിലായി. ഫ്യൂവൽ ലൈൻ ബ്ലോക്കായതാണ്. കൈവശമുണ്ടായിരുന്ന ചെറിയ ടൂൾ കിറ്റ് ഉപയോഗിച്ച് അത് വൃത്തിയാക്കി. വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. ഷെയ്ഖ് കീ തിരിച്ചു. ഒറ്റ സ്റ്റാർട്ടിൽ എൻജിൻ ജീവൻ വീണ്ടെടുത്തു. വൃദ്ധനായ ഷെയ്ഖിൻ്റെ മുഖത്ത് ആശ്വാസം നിറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭാര്യ സന്തോഷത്തോടെ പറഞ്ഞു, "അൽഹംദുലില്ലാ." പോക്കറ്റിൽ നിന്ന് കട്ടിയുള്ള ഒരു കവർ എടുത്തു. "ഇത് നിനക്കുള്ളതാണ്." നിസാർ കൈ പിൻവലിച്ചു. "വേണ്ട, ഞാൻ വഴിയിൽ കണ്ടതുകൊണ്ട് സഹായിച്ചതാണ്." ഷെയ്ഖ് അത്ഭുതത്തോടെ അവനെ നോക്കി. "ഇതിൽ നല്ലൊരു തുകയുണ്ട്." "എനിക്ക് പണം വേണ്ട. ആരെങ്കിലും എൻ്റെ ഉപ്പയോ ഉമ്മയോ ഇങ്ങനെ വഴിയിൽ കുടുങ്ങിയാൽ ആരെങ്കിലും സഹായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കും. അതുപോലെ ഞാൻ ചെയ്തു." ആ വാക്കുകൾ കേട്ടപ്പോൾ വൃദ്ധയായ അറബ് സ്ത്രീയുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ ഭർത്താവിനെ മെല്ലെയൊന്നു നോക്കി. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ സംസാരിക്കുന്ന യുവാക്കളും ഉണ്ടല്ലോ. ഷെയ്ഖ് നിസാറിൻ്റെ കൈ പിടിച്ചു. "നിൻ്റെ പേര്?"
നിസാർ. ഏതു നാട്ടുകാരനാണ്? ഇന്ത്യ, കേരളം. ഷെയ്ഖ് കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിസാർ, ഞാൻ നിന്റെ ഈ ഉപകാരം മറക്കില്ല. നിസാർ ചിരിച്ചു. ഇതിൽ ഉപകാരമൊന്നുമില്ല. ഷെയ്ഖ് തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ കാർഡ് എടുത്തു. അതിലൊരു പേരും ഒരു നമ്പറും മാത്രം. സലീം അൽ ഹർബി. എപ്പോഴെങ്കിലും ജീവിതത്തിൽ ബുദ്ധിമുട്ട് വന്നാൽ ഈ നമ്പറിൽ വിളിക്കൂ. നിസാർ ആദരവോടെ കാർഡ് വാങ്ങി. അദ്ദേഹം ആരാണെന്നോ എത്ര വലിയ ആളാണെന്നോ അവന് അറിയില്ലായിരുന്നു. വണ്ടി പോയി കഴിഞ്ഞപ്പോൾ അവൻ ആ കാർഡ് പോക്കറ്റിൽ വെച്ചു. നല്ല മനുഷ്യൻ, അത്രമാത്രമാണ് അവൻ മനസ്സിൽ പറഞ്ഞത്. പക്ഷേ അവൻ അറിയില്ലായിരുന്നു ആ സലീം അൽ ഹർബി എന്ന പേര് സൗദിയിലെ ഏറ്റവും വലിയ വാഹന കമ്പനികളിൽ ഒന്നിൻ്റെ ഉടമയുടേതാണെന്ന്. ആ കൂടിക്കാഴ്ച അവൻ്റെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റാൻ പോവുകയാണെന്ന്. എന്നാൽ അതിനു മുമ്പ് നിസാറിനെ കാത്തിരുന്നത് മറ്റൊരു വലിയ പരീക്ഷണമായിരുന്നു. ഒരു ഫോൺ കോൾ, ഒരു മോശം വാർത്ത. ഇത് കേട്ട് അവൻ്റെ ലോകം തന്നെ ഇരുട്ടിലാകാൻ പോകുന്നു. മരുഭൂമിയിലെ ആ രാത്രിയിലെ സംഭവം കഴിഞ്ഞ് 2 ദിവസം കടന്നുപോയി. നിസാർ വീണ്ടും തൻ്റെ പതിവ് ജീവിതത്തിലേക്ക് മടങ്ങി. രാവിലെ ഗാരേജ്, വൈകുന്നേരം ചെറിയ മുറി, രാത്രിയിൽ വീട്ടുകാരുമായി ഫോൺ വിളി. അങ്ങനെയായിരുന്നു അവൻ്റെ ലോകം. പക്ഷേ ആ ദിവസം ഉച്ചയ്ക്ക് ഒരു ഫോൺ കോൾ അവൻ്റെ ജീവിതത്തെ വീണ്ടും പിടിച്ചു കുലുക്കി. സ്ക്രീനിൽ തെളിഞ്ഞത് അയൽവാസി ഹമീദ് ഇക്ക. നിസാർ ഉടൻ കോൾ എടുത്തു. ഹലോ ഇക്ക. അപ്പുറത്തു നിന്ന് വിറയുന്ന ശബ്ദം. നിസാറേ, മോനെ, ധൈര്യമായി കേൾക്കണം. നിസാറിൻ്റെ നെഞ്ച് പടപടാ തുടങ്ങി. എന്താ ഇക്ക? എൻ്റെ ഉപ്പയ്ക്ക് പെട്ടെന്ന് നെഞ്ചുവേദന വന്നു. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ വാക്കുകൾ കേട്ടതും നിസാറിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ ഏതാണ്ട് വഴുതിപ്പോയി. ഇപ്പോൾ എങ്ങനെയുണ്ട്? ഡോക്ടർ പറയുന്നു അടിയന്തരമായി ഒരു ഓപ്പറേഷൻ വേണമെന്നാണ്. സാറിൻ്റെ തല കറങ്ങി. ഉപ്പ? ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട മനുഷ്യൻ, തന്നെ പഠിപ്പിക്കാൻ വേണ്ടി വയലിൽ പണിയെടുത്ത മനുഷ്യൻ, സ്വന്തമായി ഒരു പുതിയ ഷർട്ട് പോലും വാങ്ങാതെ മക്കൾക്കായി ജീവിച്ച മനുഷ്യൻ, അയാളിപ്പോൾ ആശുപത്രി കിടക്കയിൽ. നിസാറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എത്ര പണം വേണം മിക്ക? അപ്പുറത്തു നിന്ന് മറുപടി വന്നു. കുറഞ്ഞത് 25,000 റിയാലിന് തുല്യമായ തുക. നിസാർ ഒരു നിമിഷം മിണ്ടാതെ നിന്നു. അവൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് 3,000 റിയാൽ മാത്രം. അവൻ മതിലിലേക്ക് ചാരി നിന്നു. യാ അല്ലാഹ്. അവൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. അപ്പോഴാണ് അബ്ദുള്ള ഹാജി അങ്ങോട്ട് വന്നത്. നിസാർ, എന്തു പറ്റി? നിസാർ എല്ലാം തുറന്നു പറഞ്ഞു. അബ്ദുള്ളയുടെ മുഖവും മങ്ങി. മോനെ, എനിക്ക് കഴിയുന്ന സഹായം ഞാൻ ചെയ്യും. അദ്ദേഹം തൻ്റെ അക്കൗണ്ടിൽ നിന്നുള്ള കുറച്ചു പണം ഉടനെ നൽകി. പക്ഷേ അത് മതിയാകുമായിരുന്നില്ല. ഇനിയും വലിയൊരു തുക വേണം. ആ രാത്രി നിസാറിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മുറിയിലെ ചെറിയ കിടക്കയിൽ കിടന്ന് അവൻ മേൽക്കൂരയിലേക്ക് നോക്കി. ഉപ്പയുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു. അപ്പോഴാണ് അവൻ്റെ പേഴ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു കാർഡ് നിലത്തേക്ക് വീണത്. അവൻ എടുത്തു നോക്കി. സലീം അൽ ഹർബി, മരുഭൂമിയിൽ കണ്ട ആ അറബ് ഷെയ്ഖ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഓർമ്മ വന്നു. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ എന്നെ വിളിക്കൂ. നിസാർ കുറച്ചു നേരം കാർഡിലേക്ക് നോക്കി. പിന്നെ തലകുലുക്കി. ഇല്ല, ഞാൻ സഹായം ചോദിക്കാൻ പാടില്ല. അവൻ്റെ മനസ്സ് സമ്മതിച്ചില്ല. കാരണം ഒരിക്കൽ മാത്രം കണ്ട ഒരു മനുഷ്യനോട് സഹായം ചോദിക്കുന്നത് അവന് ഇഷ്ടമായിരുന്നില്ല. അങ്ങനെ ആ രാത്രി കടന്നുപോയി. പിറ്റേന്ന് രാവിലെ ഗാരേജിൽ ജോലി ചെയ്യുമ്പോഴും അവൻ്റെ മനസ്സ് ആശുപത്രിയിലായിരുന്നു. അപ്പോൾ ഗാരേജിന് മുന്നിൽ ഒരു വലിയ കറുത്ത കാർ വന്നു നിന്നു. അതിന് പിന്നിലെ മറ്റൊരു കാർ, പിന്നെ മൂന്നാമത്തെ കാർ. ഗാരേജിലെ എല്ലാവരും അമ്പരന്ന് നോക്കി. വണ്ടികളിൽ നിന്ന് സ്യൂട്ട് ധരിച്ച ചിലർ ഇറങ്ങി. അവർ നേരെ നിസാറിൻ്റെ അടുത്തേക്ക് നടന്നു. ഒരാൾ ചോദിച്ചു, ഇവിടെ നിസാർ ആരാണ്? നിസാർ മുന്നോട്ട് വന്നു. ഞാനാണ്. അയാൾ പുഞ്ചിരിച്ചു. ഞങ്ങളോടൊപ്പം വരണം. എന്തിന്? സലീം അൽ ഹർബി സാർ നിങ്ങളെ കാണണം. ആ പേര് കേട്ടതും നിസാർ ഞെട്ടി. മരുഭൂമിയിൽ കണ്ട ആ വൃദ്ധൻ ഇത്ര വലിയ ആളാണോ? ഗാരേജിലുള്ള എല്ലാവരും അതിശയത്തോടെ അവനെ നോക്കി. അബ്ദുള്ള ഹാജി പോലും ഒന്നും മനസ്സിലാകാതെ നിന്നു. പക്ഷേ സലീം അൽ ഹർബി നിസാറിനെ വിളിച്ചതിന് നന്ദി പറയാൻ മാത്രമായിരുന്നില്ല. നിസാറിനെ കുറിച്ച് ഇതിനോടകം ഒരു വലിയ കാര്യം കണ്ടെത്തിയിരുന്നു. ഇത് കേൾക്കുമ്പോൾ നിസാറിൻ്റെ ജീവിതം തന്നെ മാറാൻ പോകുകയായിരുന്നു. ഗാരേജിന് മുന്നിൽ നിന്നിരുന്ന കറുത്ത ആഡംബര വാഹനങ്ങളുടെ നിര കണ്ട് ചുറ്റുമുണ്ടായിരുന്ന എല്ലാവരും അമ്പരന്നു. അബ്ദുള്ള ഹാജി പതുക്കെ നിസാറിൻ്റെ അടുത്തേക്ക് വന്നു. മോനെ, എന്തെങ്കിലും പ്രശ്നമാണോ? നിസാർ ചെറുതായി ചിരിക്കാൻ ശ്രമിച്ചു. എനിക്കും ഒന്നും മനസ്സിലാകുന്നില്ല ഹാജി. സ്യൂട്ട് ധരിച്ച ഒരാൾ ആദരവോടെ പറഞ്ഞു. ഭയപ്പെടേണ്ട, ഞങ്ങളുടെ ചെയർമാൻ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. നിസാർ അബ്ദുള്ള ഹാജിയെ നോക്കി. പോയിട്ട് വരാം. പോമോനെ, അള്ളാഹു കൂടെയുണ്ട്. നിസാർ കാറിൽ കയറി. വാഹനം റിയാദിലെ തിരക്കേറിയ റോഡുകൾ പിന്നിട്ട് നഗരത്തിലെ ഏറ്റവും വലിയ ബിസിനസ് മേഖലയിലേക്ക് കുതിച്ചു. ഏകദേശം അരമണിക്കൂറിന് ശേഷം അവർ ഒരു വലിയ ഗ്ലാസ് കെട്ടിടത്തിൻ്റെ മുന്നിലെത്തി. 30 നിലകളുള്ള ആ കെട്ടിടത്തിന് മുന്നിൽ വലിയ അക്ഷരത്തിൽ എഴുതിയിരുന്നു, അൽ ഹർബി ഓട്ടോമോട്ടീവ് ഗ്രൂപ്പ്. നിസാർ അതിശയത്തോടെ ആ ബോർഡിലേക്ക് നോക്കി.
ഇത്ര വലിയ കമ്പനി ഉടമയാണോ ആ വൃദ്ധൻ? അവനെ നേരെ ചെയർമാൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുപോയി. വലിയ മുറിയുടെ നടുവിൽ അതേ പുഞ്ചിരിയോടെ സാലി അൽ ഹർബി ഇരിക്കുകയായിരുന്നു. നിസാറിനെ കണ്ടതും അദ്ദേഹം എഴുന്നേറ്റു. അസ്സലാമു അലൈക്കും നിസാർ. വലൈക്കും സലാം. ഇരിക്കൂ. നിസാർ ആദരവോടെ ഇരുന്നു. ഷെയ്ഖ് പുഞ്ചിരിച്ചു. മരുഭൂമിയിൽ നീ എന്നെ സഹായിച്ച ദിവസം മുതൽ ഞാൻ നിന്നെക്കുറിച്ച് അന്വേഷിച്ചു. നിസാർ അമ്പരന്നു. എന്നെക്കുറിച്ചോ? അതെ. എന്തിനാണ്? ഷെയ്ഖ് ജനലരികിലേക്ക് നടന്നു. കാരണം പണം വാങ്ങാതെ സഹായിക്കുന്ന ആളുകൾ ഇന്ന് വളരെ കുറവാണ്. അദ്ദേഹം വീണ്ടും തിരിഞ്ഞ് നിസാറിനെ നോക്കി. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആയിരക്കണക്കിന് ആളുകളെ കണ്ടിട്ടുണ്ട്. പക്ഷേ നിന്നെപ്പോലൊരു യുവാവിനെ വളരെ അപൂർവമായാണ് കണ്ടിട്ടുള്ളത്. നിസാർ തല താഴ്ത്തി. ഞാൻ ചെയ്യേണ്ട കാര്യം മാത്രമാണ് ചെയ്തത്. അപ്പോഴാണ് ഷെയ്ഖിൻ്റെ സെക്രട്ടറി അകത്തേക്ക് വന്നത്. അവൾ ഒരു ഫയൽ ഷെയ്ഖിൻ്റെ മേശപ്പുറത്ത് വെച്ചു. ഷെയ്ഖ് അത് തുറന്നു. നിസാർ, നിന്റെ ഉപ്പ ആശുപത്രിയിലാണല്ലേ? ആ ചോദ്യം കേട്ടതും നിസാർ ഞെട്ടി. നിങ്ങൾക്ക് അത് എങ്ങനെ അറിയാം? ഷെയ്ഖ് ശാന്തമായി പറഞ്ഞു. ഞാൻ അന്വേഷിച്ചു. നിസാറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഷെയ്ഖ് ഒരു ചെക്ക് എടുത്ത് അവൻ്റെ നേരെ നീട്ടി. ഇത് വാങ്ങൂ. നിസാർ നോക്കി. 50,000 സൗദി റിയാൽ. അവൻ്റെ കൈകൾ വിറച്ചു. ഇല്ല, എനിക്കിത് വാങ്ങാൻ കഴിയില്ല. ഷെയ്ഖ് ചെറുതായി ചിരിച്ചു. ഇത് ദാനമല്ല, പിന്നെ ഒരു പിതാവിനെ രക്ഷിക്കാൻ ഒരു മകന് നൽകുന്ന സഹായം. നിസാർ ഉടനെ എഴുന്നേറ്റു. ഞാൻ തിരികെ കൊടുക്കാൻ കഴിയില്ല. ഷെയ്ഖ് അവൻ്റെ തോളിൽ കൈവച്ചു. ആരാ പറഞ്ഞത് തിരികെ വേണമെന്ന്? പക്ഷേ ഒരേ ഒരു നിബന്ധനയുണ്ട്. നിസാർ അത്ഭുതത്തോടെ നോക്കി. നിന്റെ ഉപ്പ സുഖം പ്രാപിച്ചാൽ ഒരു ദിവസം അദ്ദേഹത്തെ എൻ്റെ അടുത്ത് കൊണ്ടുവരണം. അതെന്തിനാണ്? ഷെയ്ഖ് ചെറുതായി പുഞ്ചിരിച്ചു. അതിപ്പോൾ പറയാൻ സമയമായിട്ടില്ല. നിസാറിന് ഒന്നും മനസ്സിലായില്ല. എങ്കിലും ഉപ്പയുടെ ജീവൻ രക്ഷിക്കാൻ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. കണ്ണീരോടെ അവൻ ആ ചെക്ക് കയ്യിൽ വാങ്ങി. അല്ലാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഷെയ്ഖ് പറഞ്ഞു. അനുഗ്രഹിക്കേണ്ടത് എന്നെയല്ല, നിന്നെയാണ്. പക്ഷേ നിസാറോ ഷെയ്ഖോ അറിയാതെ ആ ഓഫീസിന് പുറത്തുനിന്ന് ഇതെല്ലാം ഒരാൾ ശ്രദ്ധയോടെ നോക്കുന്നുണ്ടായിരുന്നു. അയാളുടെ കണ്ണുകളിൽ അസൂയയുണ്ടായിരുന്നു. ഈ മലയാളി ഇവിടെ എത്തിയാൽ എൻ്റെ സ്ഥാനം പോകും. അത് ഷെയ്ഖിൻ്റെ കമ്പനിയിലെ ജനറൽ മാനേജറായിരുന്നു. അദ്ദേഹം അന്ന് തന്നെ ഒരു തീരുമാനമെടുത്തു. നിസാറിനെ ഏത് വിധേനയും തകർക്കണം. അൽ ഹർബിയുടെ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ നിസാറിൻ്റെ മനസ്സ് നിറഞ്ഞിരുന്നത് ഒരേ ഒരു ചിന്തയായിരുന്നു: ഉപ്പയെ രക്ഷിക്കണം. ആദ്യമായി അവൻ കേരളത്തിലെ ആശുപത്രിയിലേക്ക് വിളിച്ചു. ഹമീദ് ഇക്ക ഫോൺ എടുത്തു. ഇക്ക, പണത്തിൻ്റെ കാര്യം ശരിയായി. അൽഹംദുലില്ലാഹ് മോനെ. ഡോക്ടർമാർ ഓപ്പറേഷനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. നിസാർ കണ്ണുകളടച്ച് ദീർഘനിശ്വാസം വിട്ടു. രാത്രി തന്നെ പണം ആശുപത്രിയിലേക്ക് അയച്ചു. 3 ദിവസം. നിസാറിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ 3 ദിവസങ്ങൾ. പകലും രാത്രിയും അവൻ പ്രാർത്ഥനയിലായിരുന്നു. 4-ാം ദിവസം രാവിലെ ഉമ്മയുടെ ഫോൺ വന്നു. മോനെ, ഉപ്പ എങ്ങനെയുണ്ട്? ഉമ്മ കരയുകയായിരുന്നു. ആ കരച്ചിൽ കേട്ട് നിസാറിൻ്റെ ഹൃദയം പിടഞ്ഞു. പക്ഷേ അത് സന്തോഷത്തിൻ്റെ കണ്ണീരായിരുന്നു. അൽഹംദുലില്ലാഹ്, ഓപ്പറേഷൻ വിജയിച്ചു മോനെ. ആ വാക്കുകൾ കേട്ട നിസാർ ഗാരേജിൻ്റെ ഒരു മൂലയിലേക്ക് മാറി നിന്ന് പൊട്ടിക്കരഞ്ഞു. സന്തോഷത്തിൻ്റെ കണ്ണീർ. അവൻ സാഷ്ടാംഗം വീണ് അല്ലാഹുവിനോട് നന്ദി പറഞ്ഞു. ദൂരെ നിന്ന് ഇതെല്ലാം കണ്ട അബ്ദുള്ള ഹാജി അടുത്തു വന്നു. ഉപ്പയ്ക്ക് സുഖമായോ? നിസാർ തലകുലുക്കി. അബ്ദുള്ള അവനെ കെട്ടിപ്പിടിച്ചു. ഞാൻ പറഞ്ഞില്ലേ മോനെ, നല്ല മനസ്സുള്ളവരെ അല്ലാഹു ഒരിക്കലും കൈവിടില്ല. ദിവസങ്ങൾ കടന്നുപോയി. ഉപ്പയുടെ ആരോഗ്യം മെച്ചപ്പെട്ടു. വീണ്ടും നടക്കാൻ തുടങ്ങി. നിസാറിൻ്റെ മനസ്സിലെ ഭാരം പതിയെ കുറഞ്ഞു. അതിനിടയിലാണ് ഒരു ദിവസം ഗാരേജിന് മുന്നിൽ വീണ്ടും ആ കറുത്ത ആഡംബര കാർ എത്തിയത്. അതിൽ നിന്ന് ഇറങ്ങിയത് സാലിം അൽ ഹർബി. ഈ പ്രാവശ്യം അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നില്ല. കമ്പനിയിലെ ഡയറക്ടർമാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. ഗാരേജിലെ എല്ലാവരും ആദരവോടെ എഴുന്നേറ്റ് നിന്നു. ഷെയ്ഖ് നേരെ അബ്ദുള്ള ഹാജിയുടെ അടുത്തേക്ക് നടന്നു. നിങ്ങളാണോ ഈ ഗാരേജിൻ്റെ ഉടമ? അതെ, നിങ്ങൾ ഭാഗ്യവാനാണ്. അബ്ദുള്ള അത്ഭുതപ്പെട്ടു. എന്തുകൊണ്ട്? ഷെയ്ഖ് പുഞ്ചിരിച്ചുകൊണ്ട് നിസാറിനെ നോക്കി. കാരണം ഇങ്ങനെയൊരു സത്യസന്ധനായ യുവാവ് നിങ്ങളുടെ കൂടെയുണ്ട്. അബ്ദുള്ളയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ എനിക്ക് ജോലിക്കാരനല്ല, എൻ്റെ മകനാണ്. അത് കേട്ട് ഷെയ്ഖ് സന്തോഷത്തോടെ ചിരിച്ചു. പക്ഷേ അത് ദൂരെ നിന്ന് കണ്ടുകൊണ്ടിരുന്ന ജനറൽ മാനേജറുടെ മുഖം കോപം കൊണ്ട് ചുവന്നു. ഇനി ഈ മലയാളിയെ ഇവിടെ നിർത്തിയാൽ എൻ്റെ ഭാവി അപകടത്തിലാകും. അന്നു രാത്രി തന്നെ അയാൾ നിസാറിനെതിരെ ഒരു വലിയ കള്ളക്കേസ് ഒരുക്കാൻ തുടങ്ങി. ഗാരേജിൽ സൂക്ഷിച്ചിരുന്ന വില കൂടിയ ഒരു സ്പോർട്സ് കാറിൻ്റെ താക്കോൽ അയാൾ രഹസ്യമായി മോഷ്ടിച്ച് നിസാറിൻ്റെ ലോക്കറിൽ ഒളിപ്പിച്ചു. പിറ്റേന്ന് രാവിലെ ഗാരേജിൽ വലിയ ബഹളം. കാറിൻ്റെ താക്കോൽ കാണുന്നില്ല. എല്ലാവരുടെയും ലോക്കർ പരിശോധിച്ചു. അവസാനം നിസാറിൻ്റെ ലോക്കർ തുറന്നപ്പോൾ അകത്ത് കിടക്കുകയായിരുന്നു ആ താക്കോൽ. ഗാരേജിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഞെട്ടിപ്പോയി. അബ്ദുള്ള ഹാജിക്ക് അത് വിശ്വസിക്കാനായില്ല. നിസാർ വിറച്ചു നിന്നു. ഹാജി, അത് ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ തെളിവ് അവനെതിരെയായിരുന്നു. ആ നിമിഷം ഗാരേജിൻ്റെ വാതിലിലൂടെ ഒരാൾ അകത്തേക്ക് നടന്നു വന്നു. അത് സാലിം അൽ ഹർബി ആയിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞ ആദ്യ വാക്ക് കേട്ട് അവിടെ നിന്നിരുന്ന എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി.
സാലിം അൽ ഹർബി പതുക്കെ ഗാരേജിനുള്ളിലേക്ക് നടന്നു. എല്ലാവരും ആദരവോടെ എഴുന്നേറ്റു. പക്ഷേ നിസാർ മാത്രം തലകുനിച്ച് നിൽക്കുകയായിരുന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അബ്ദുള്ള ഹാജി പതുക്കെ പറഞ്ഞു, ഷെയ്ഖ്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. താക്കോലിവൻ്റെ ലോക്കറിൽ നിന്നാണ് കിട്ടിയത്. ഷെയ്ഖ് ഒരു നിമിഷം പോലും നിസാറിനെ നോക്കിയില്ല. പകരം അവിടെ നിന്നിരുന്ന എല്ലാവരെയും നോക്കി ചോദിച്ചു, നിങ്ങളെല്ലാവരും ഒരു കാര്യം ഉറപ്പിച്ചോ? ആരും ഒന്നും പറഞ്ഞില്ല. ഒരു തെളിവ് കണ്ടതുകൊണ്ട് മാത്രം ഒരാളെ കള്ളനാക്കാൻ പാടില്ല. ഗാരേജിൽ നിശബ്ദത പരന്നു. ജനറൽ മാനേജറുടെ മുഖത്ത് ചെറിയൊരു ഭയം തെളിഞ്ഞു. ഷെയ്ഖ് തൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥനെ നോക്കി. ഇന്നലെ രാത്രി ഗാരേജിൻ്റെ CCTV ദൃശ്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ആ ചോദ്യം കേട്ടതും ജനറൽ മാനേജറുടെ മുഖം വിളറി. 5 മിനിറ്റിനുള്ളിൽ വീഡിയോ സ്ക്രീനിൽ തെളിഞ്ഞു. എല്ലാവരും ശ്വാസം അടക്കി പിടിച്ചു. രാത്രി 11 മണി. ഗാരേജ് അടച്ചതിന് ശേഷം ഒരു നിഴൽ അകത്തേക്ക് കയറുന്നു. അയാൾ നേരെ സ്പോർട്സ് കാറിൻ്റെ അടുത്തേക്ക് പോകുന്നു. താക്കോലെടുത്ത് നിസാറിൻ്റെ ലോക്കറിലേക്ക് വയ്ക്കുന്നു. വീഡിയോ അവസാനിച്ചു. ഗാരേജിൽ നിശബ്ദത. അബ്ദുള്ള ഹാജിയുടെ കണ്ണുകൾ നിറഞ്ഞു. നിസാർ മോനെ, എന്നോട് ക്ഷമിക്കണം. നിസാർ ഒന്നും പറഞ്ഞില്ല. ഷെയ്ഖ് പതുക്കെ ജനറൽ മാനേജറുടെ അടുത്തേക്ക് നടന്നു. ഇത് നീ ചെയ്തതാണോ? അയാൾ വിറച്ചുകൊണ്ട് തലകുനിച്ചു. ഷെയ്ഖ്, ഞാൻ തെറ്റ് ചെയ്തു. എന്തിനായിരുന്നു? എനിക്ക് പേടിയായി. എന്ത് പേടി? മലയാളി ഒരു ദിവസം കമ്പനിയിൽ വലിയ സ്ഥാനത്തെത്തും. ഞാൻ പിന്നിലാകുമെന്ന്. ഷെയ്ഖിൻ്റെ മുഖം കടുത്തു. ഒരു സത്യസന്ധനായ മനുഷ്യനെ കള്ളനാക്കാൻ ശ്രമിച്ച നിന്നെ ഇന്നു മുതൽ എൻ്റെ കമ്പനിയിൽ വേണ്ട. സുരക്ഷാ ഉദ്യോഗസ്ഥർ ജനറൽ മാനേജറെ പുറത്തേക്ക് കൊണ്ടുപോയി. ഗാരേജിലുണ്ടായിരുന്ന എല്ലാവരും കൈയടിച്ചു. പക്ഷേ നിസാറിൻ്റെ കണ്ണുകളിൽ സന്തോഷമില്ലായിരുന്നു. അവൻ പതുക്കെ പറഞ്ഞു, ഷെയ്ഖ്, അയാളെ വിട്ടേക്കൂ. ഷെയ്ഖ് അത്ഭുതത്തോടെ നോക്കി. എന്തിന്? തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒരു കുടുംബമുണ്ടാകില്ലേ? അബ്ദുള്ള ഹാജിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ഷെയ്ഖ് കുറച്ചുനേരം നിസാറിനെ നോക്കി നിന്നു. പിന്നെ പുഞ്ചിരിച്ചു. ഇതായിരുന്നു എനിക്ക് നിന്നിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നീ പ്രതികാരം ചെയ്യുന്ന മനുഷ്യനല്ല, ക്ഷമിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹം ജനറൽ മാനേജറെ തിരികെ വിളിച്ചു. നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നില്ല. അയാൾ അതിശയിച്ചു. പക്ഷേ ഇനി നീ മാനേജറല്ല, സാധാരണ ജീവനക്കാരനായി ജോലി ചെയ്യണം. ആ സ്ഥാനം ഷെയ്ഖ് നിസാറിനെ നോക്കി. ഇനി മുതൽ നിസാർ എൻ്റെ കമ്പനിയിലെ ചീഫ് ടെക്നിക്കൽ സൂപ്പർവൈസറായിരിക്കും. ഈ വാക്കുകൾ കേട്ടതും ഗാരേജിലുള്ള എല്ലാവരും അമ്പരന്നു. നിസാർ ഉടനെ എഴുന്നേറ്റു. ഷെയ്ഖ്, എനിക്ക് ഈ വലിയ പദവി വേണ്ട. ഷെയ്ഖ് ചിരിച്ചു. ഇത് പദവിയല്ല, നീ സമ്പാദിച്ച വിശ്വാസമാണ്. എന്നാൽ ആ നിയമനത്തിന് ശേഷം സാറിനെ കാത്തിരുന്നത് അതിലും വലിയൊരു അത്ഭുതമായിരുന്നു. ഒരു ദിവസം ഷെയ്ഖ് അവനെ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു. അവിടെ ചുമരിൽ തൂക്കിയിരുന്ന ഒരു പഴയ ഫോട്ടോ കണ്ടപ്പോൾ നിസാറിൻ്റെ ശരീരം വിറച്ചു. ആ ഫോട്ടോയിലുണ്ടായിരുന്ന ആളെ കണ്ടതും അവൻ അറിയാതെ വിളിച്ചു, ഇത് എൻ്റെ ഉപ്പയല്ലേ? ആ വാക്കുകൾ കേട്ടപ്പോൾ അൽ ഹർബിയുടെ കണ്ണുകളും നിറഞ്ഞു. എൻ്റെ ഉപ്പയല്ലേ? നിസാറിൻ്റെ ശബ്ദം വിറച്ചു. ചുമരിൽ തൂക്കിയിട്ടിരുന്ന പഴയ കറുപ്പും വെളുപ്പും കലർന്ന ഫോട്ടോയിൽ ചെറുപ്പക്കാരനായ തൻ്റെ ഉപ്പ ഹമീദ് ഒരു അറബ് യുവാവിനൊപ്പം ചിരിച്ചു നിൽക്കുകയായിരുന്നു. സാലിം അൽ ഹർബി മെല്ലെ ആ ഫോട്ടോയുടെ അടുത്തേക്ക് നടന്നു. അദ്ദേഹം ദീർഘനിശ്വാസം വിട്ടു. അതേ നിസാർ, ഈ ഫോട്ടോയിലെ മലയാളി നിൻ്റെ ഉപ്പ തന്നെയാണ്. നിസാർ വിശ്വസിക്കാനാകാതെ നിന്നു. പക്ഷേ എങ്ങനെ? ഷെയ്ഖ് സോഫയിലിരുന്നു. ഇത് നിന്നോട് പറയാനുള്ള ഒരു കഥയുണ്ട്. മുറിയിൽ നിശബ്ദത നിറഞ്ഞു. 30 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ യുവാവായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിന് ചെറിയൊരു വർക്ക്ഷോപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ വാഹനം അപകടത്തിൽപ്പെട്ടു. ഞാനും എൻ്റെ സുഹൃത്തും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചുറ്റും ആളില്ല, ഫോണില്ല, വെള്ളമില്ല, സഹായിക്കാൻ ആരുമില്ല. ഷെയ്ഖിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോൾ ഒരു പഴയ ലോറിയിൽ വന്നിറങ്ങിയത് ഒരു മലയാളി മെക്കാനിക്കായിരുന്നു. അത്? നിസാർ ശ്വാസം പിടിച്ചു. അതെ, നിൻ്റെ ഉപ്പ. അദ്ദേഹം ഞങ്ങളെ രക്ഷിച്ചു, എൻ്റെ വാഹനം ശരിയാക്കി. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ വെള്ളക്കുപ്പി പോലും എനിക്ക് തന്നു. ഞാൻ പണം കൊടുക്കാൻ ശ്രമിച്ചു, പക്ഷേ ഷെയ്ഖ് പുഞ്ചിരിച്ചു. യാത്രക്കാരനെ സഹായിച്ചതിന് പണം വാങ്ങാറില്ല എന്ന് പറഞ്ഞ് നിൻ്റെ ഉപ്പ അത് നിരസിച്ചു. നിസാറിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വർഷങ്ങൾ കടന്നുപോയി. ജീവിതത്തിൽ തിരക്കായി. എന്നാൽ ആ മനുഷ്യൻ്റെ മുഖം ഞാൻ ഒരിക്കലും മറന്നില്ല. ഷെയ്ഖ് നിസാറിനെ നോക്കി. മരുഭൂമിയിൽ നീ എന്നെ സഹായിച്ച ദിവസം നിൻ്റെ സംസാരവും സ്വഭാവവും കണ്ടപ്പോൾ എനിക്ക് നിൻ്റെ ഉപ്പയെ ഓർമ്മ വന്നു. അന്വേഷിച്ചപ്പോൾ നീ അദ്ദേഹത്തിൻ്റെ മകനാണെന്ന് മനസ്സിലായി. നിസാർക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. നീർ മാത്രം ഒഴുകി. അവൻ പതുക്കെ പറഞ്ഞു, അതുകൊണ്ടാണോ നിങ്ങൾ എന്നെ ഇത്രയും സഹായിച്ചത്? ഷെയ്ഖ് പുഞ്ചിരിച്ചു. അല്ല, അത് നിൻ്റെ ഉപ്പയ്ക്ക് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കൊടുക്കാൻ കഴിയാതെ പോയ നന്ദിയായിരുന്നു. അതേസമയം ഷെയ്ഖിൻ്റെ ഭാര്യ മുറിയിലേക്ക് വന്നു. അവർ നിസാറിനെ കണ്ട് പുഞ്ചിരിച്ചു. നിസാർ, ഇന്ന് മുതൽ ഈ വീട് നിനക്കും തുറന്നതാണ്. നീ ഞങ്ങൾക്ക് ഒരു ജീവനക്കാരനല്ല, കുടുംബാംഗമാണ്. ആ വാക്കുകൾ കേട്ടപ്പോൾ നിസാറിന് തൻ്റെ കണ്ണീർ പിടിച്ചു നിർത്താനായില്ല. അന്ന് വൈകുന്നേരം നിസാർ വീഡിയോ കോളിൽ ഉപ്പയെ വിളിച്ചു.
ഉപ്പ ഇപ്പോൾ സുഖം പ്രാപിച്ചു വരികയായിരുന്നു. ഉപ്പ, എന്താ മോനെ? ഇന്ന് ഞാനൊരു കാര്യം അറിഞ്ഞു. അവനെല്ലാം പറഞ്ഞു. ഉപ്പ കുറച്ചു നേരം മിണ്ടാതെ നിന്നു. പിന്നെ മെല്ലെ ചിരിച്ചു. മോനെ, നന്മ ചെയ്താൽ അത് ഒരിക്കലും നഷ്ടമാകില്ല. അല്ലാഹു അത് എപ്പോഴെങ്കിലും തിരിച്ചു തരും. നിസാറിൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. പക്ഷേ ആ സന്തോഷം അധികനാൾ നീണ്ടു നിന്നില്ല. കാരണം അടുത്ത ദിവസം രാവിലെ ഷെയ്ഖ് സാലിം അൽ ഹർബി ഓഫീസിൽ വെച്ച് പെട്ടെന്ന് നെഞ്ചിൽ കൈവച്ച് കുഴഞ്ഞു വീണു. അദ്ദേഹത്തെ ഉടൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർമാർ പറഞ്ഞ വാർത്ത കേട്ട് നിസാറിൻ്റെ ലോകം വീണ്ടും ഇരുണ്ടു. അടുത്ത 24 മണിക്കൂർ വളരെ നിർണായകമാണ്. ആ വാർത്ത കേട്ട് ഷെയ്ഖിൻ്റെ കുടുംബം മുഴുവൻ തകർന്നുപോയി. നിസാർ ആശുപത്രിയുടെ ഇടനാഴിയിൽ നിന്ന് ഒരേയൊരു പ്രാർത്ഥന മാത്രമാണ് ചെയ്തത്. യാ അല്ലാഹ്, എൻ്റെ ഉപ്പയെ രക്ഷിച്ചതുപോലെ ഈ മനുഷ്യനെയും രക്ഷിക്കണേ. ആശുപത്രിയുടെ ഐസിയുവിന് മുന്നിൽ നിസാർ നിശബ്ദനായി ഇരിക്കുകയായിരുന്നു. ഷെയ്ഖ് സാലിം അൽ ഹർബിയുടെ ഭാര്യയും മക്കളും കണ്ണീരോടെ പ്രാർത്ഥിക്കുകയായിരുന്നു. ഓരോ മിനിറ്റും ഓരോ മണിക്കൂർ പോലെ തോന്നി. ഏകദേശം 3 മണിക്കൂറിന് ശേഷം ഡോക്ടർ പുറത്തു വന്നു. എല്ലാവരും പ്രതീക്ഷയോടെ എഴുന്നേറ്റു. ഡോക്ടർ പുഞ്ചിരിച്ചു. അപകടനില തരണം ചെയ്തു. ആ വാക്കുകൾ കേട്ടതും എല്ലാവരുടെയും മുഖത്ത് ആശ്വാസം നിറഞ്ഞു. ഷെയ്ഖിൻ്റെ ഭാര്യ കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന് നന്ദി പറഞ്ഞു. നിസാറും സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു. 5 ദിവസം കഴിഞ്ഞ് ഷെയ്ഖിനെ സാധാരണ മുറിയിലേക്ക് മാറ്റി. നിസാർ അകത്ത് കയറിയപ്പോൾ ഷെയ്ഖ് പുഞ്ചിരിച്ചുകൊണ്ട് കൈനീട്ടി. വാ മോനെ. നിസാർ അടുത്തിരുന്ന കസേരയിലിരുന്നു. ഷെയ്ഖ് പതുക്കെ പറഞ്ഞു, എനിക്കിനി വയസ്സായി നിസാർ. ഈ ജീവിതത്തിൽ ഞാൻ സമ്പാദിച്ചത് പണമല്ല, നല്ല മനുഷ്യരാണ്. നിസാറിൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ഒരാഴ്ചയ്ക്ക് ശേഷം ഷെയ്ഖ് എല്ലാവരെയും വീട്ടിലേക്ക് വിളിച്ചു. കുടുംബാംഗങ്ങൾ, കമ്പനിയിലെ ഡയറക്ടർമാർ, അബ്ദുള്ള ഹാജി എല്ലാവരും അവിടെയുണ്ടായിരുന്നു. ഷെയ്ഖ് പതുക്കെ എഴുന്നേറ്റു. ഇന്ന് എനിക്കൊരു തീരുമാനം അറിയിക്കാനുണ്ട്. മുറി നിശബ്ദമായി. ഈ കമ്പനിയുടെ ഭാവി സത്യസന്ധരായ ആളുകളുടെ കയ്യിലായിരിക്കണം. അദ്ദേഹം നിസാറിനെ അടുത്തേക്ക് വിളിച്ചു. നിസാർ, ഇന്ന് മുതൽ നീ എൻ്റെ കമ്പനിയിലെ ഓപ്പറേഷൻസ് ഡയറക്ടർ ആയിരിക്കും. നിസാർ ഞെട്ടി. ഷെയ്ഖ്, എനിക്കതിന് യോഗ്യതയില്ല. ഷെയ്ഖ് ചിരിച്ചു. യോഗ്യത ഡിഗ്രി കൊണ്ടല്ല വരുന്നത്, സ്വഭാവം കൊണ്ടാണ്. എല്ലാവരും കൈയടിച്ചു. അബ്ദുള്ള ഹാജിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. 3 മാസം കഴിഞ്ഞ് ഉപ്പ പൂർണ്ണ ആരോഗ്യത്തോടെ സൗദിയിലെത്തി. നിസാർ അദ്ദേഹത്തെ നേരെ ഷെയ്ഖിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വാതിൽ തുറന്നതും ഷെയ്ഖ് സാലിം അൽ ഹർബി മുന്നോട്ട് വന്നു. രണ്ടുപേരും കുറച്ചു നേരം പരസ്പരം നോക്കി നിന്നു. പിന്നെ ഷെയ്ഖ് ഹമീദിൻ്റെ കൈകൾ രണ്ടും പിടിച്ചു. 30 വർഷം മുമ്പ് നീ എന്നെ രക്ഷിച്ചു. ഇന്ന് നിൻ്റെ മകൻ എന്നെ വീണ്ടും ജീവിക്കാൻ പഠിപ്പിച്ചു. ഹമീദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ അന്ന് ചെയ്തത് ഒരു ചെറിയ സഹായം മാത്രമാണ്. ഷെയ്ഖ് തലകുലുക്കി. അല്ല, ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കുന്നത് ഒരിക്കലും ചെറിയ കാര്യമല്ല. ആ നിമിഷം നിസാർ തൻ്റെ ഉപ്പയെ അഭിമാനത്തോടെ നോക്കി. അവന് മനസ്സിലായി, താൻ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളുടെയും വിത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഉപ്പ ചെയ്ത ഒരു നന്മയായിരുന്നു. അന്ന് വൈകുന്നേരം ഷെയ്ഖും ഹമീദും നിസാറും ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുമ്പോൾ ഷെയ്ഖ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി നീ എൻ്റെ കമ്പനിയിലെ ഡയറക്ടർ മാത്രമല്ല, എൻ്റെ കുടുംബത്തിലെ ഒരാളാണ്. നിസാറിൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവൻ ആകാശത്തേക്ക് നോക്കി മനസ്സിൽ പറഞ്ഞു, യാ അല്ലാഹ്, ഒരു നന്മയും വെറുതെയാകില്ലെന്ന് വീണ്ടും നീ എന്നെ പഠിപ്പിച്ചു. നന്മ ചെയ്താൽ അത് ഒരിക്കലും നഷ്ടമാകില്ല. അത് വർഷങ്ങൾ കഴിഞ്ഞായാലും അല്ലാഹു ഏറ്റവും മനോഹരമായ രൂപത്തിൽ തിരികെ നൽകും. സത്യസന്ധതയും കരുണയും മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്താണ്.